ഐസൊലേറ്റിംഗ് വാൽവാണ്, അതിൽ ഗേറ്റ് വാൽവാണ് ഉപയോഗിക്കുന്നത്. ഗേറ്റ് വാൽവ് ഉപയോഗിക്കാനുള്ള കാര്യം അത് വളരെ ചെറിയ രീതിയിലും കിട്ടും, വലിയ സൈസിലും കിട്ടും. അപ്പോൾ ഇവിടെ 1 ഇഞ്ചിന്റെ ഗേറ്റ് വാൽവാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ അല്ലേ? ഈ റെഗുലേറ്റിംഗ് വാൽവില് സാധാരണ വരിക GB തന്നെയാണ്, പക്ഷെ ഗേറ്റ് വാൽവ് അല്ല, ഗ്ലോബ് വാൽവാണ്. ഗ്ലോബ് ഗ്ലോബ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ ഗൂഗിളിൽ ഗ്ലോബ് വാൽവ് സെർച്ച് ചെയ്ത് നോക്കി. ഒരു ചെറിയൊരു സ്പെരിക്കൽ പീസ് താഴോട്ട് ഇങ്ങനെ വരുന്നു, ഒരു ചാനലിനെ ക്ലോസ് ചെയ്യുന്നു. കാണുന്നുണ്ടോ പിക്ചറിൽ? അപ്പോൾ അതിൻ്റെ പ്രത്യേകം എന്താ പറയുക, അതിൽ 1 ലിറ്റർ പെർ സെക്കൻഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ ഹാൻഡിൽ ഇത്ര കറക്കം കറക്കിയാൽ 3 ലിറ്റർ പെർ സെക്കൻഡ് കിട്ടും, കൃത്യമായിട്ട് കിട്ടും. അതാണ് ആ ഗ്ലോബ് വാൽവിൻ്റെ പ്രത്യേകത. അതിലൊരു ചലഞ്ച് എന്താ വെച്ചാൽ അതിൽ ഭയങ്കര പ്രഷർ ഡ്രോപ്പാണ്. കാര്യം എന്താ, വെള്ളം ഇങ്ങനെ കയറി ഇറങ്ങി പോവല്ലേ, സ്ട്രെയിറ്റ് അല്ലല്ലോ, അപ്പോൾ അവിടെ പ്രഷർ ഡ്രോപ്പ് കൂടും. അപ്പോൾ ആ വാൽവ് നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുക കൺട്രോൾ ചെയ്യുന്ന സ്ഥലങ്ങളാണ്. ഇപ്പോൾ ചില കെമിക്കൽ ഫാക്ടറികൾ, അവിടെ നമുക്ക് ഇത്ര എമൗണ്ട് ഓഫ് സൾഫ്യൂരിക് ആസിഡ് അല്ലെങ്കിൽ ഇത്ര എമൗണ്ട് ഓഫ് ഹൈഡ്രജൻ ക്ലോറൈഡ് ഇതെന്ത് ചെയ്യേണ്ടി വരും, പൈപ്പിങ്ങിൽ സെറ്റ് ചെയ്ത് വെക്കേണ്ടി വരും. ആ സെറ്റ് ചെയ്ത് വെക്കുമ്പോൾ കറക്റ്റ് അത് ഓപ്പൺ ചെയ്ത് കൊടുക്കേണ്ടി വരും. മനസ്സിലായോ? അത് ഡിഫറെൻറ്റ് മെറ്റീരിയലുള്ള വാൽവ് ആവാം, ഡിഫറെൻറ്റ് ഫ്ലോ റേറ്റ് ഉള്ള വാൽവ് ആവാം. മനസ്സിലായോ? ഇനി അതുപോലെ തന്നെ HVAC വരുന്നതും ഇതുപോലെ തന്നെ ചില്ലറിൻ്റെ കംപ്ലീറ്റ് ലൈൻസിലും ഗ്ലോബ് വാൽവുകളാണ് ഉപയോഗിക്കുക. അപ്പോൾ അതിൽ കൃത്യമായിട്ട് നമുക്ക് ഫ്ലോ റേറ്റ് കിട്ടും, കൃത്യമായിട്ടുള്ള കൂളിംഗ് കിട്ടും. അത് റെഗുലേറ്റ് ചെയ്യണമെങ്കിൽ BMS കണക്ട് ചെയ്തിട്ട് ഈ ഗ്ലോബ് വാൽവിന് നമുക്ക് ഹാൻഡിൽ മോട്ടറൈസ് ചെയ്യാൻ പറ്റും, ഇങ്ങനെ കറക്കാൻ പറ്റും. മനസ്സിലായോ? അപ്പോൾ അതാണ് ഞാൻ മുമ്പ് പറഞ്ഞ രാജഗിരി ഹോസ്പിറ്റലൊക്കെ ചെയ്യുന്ന ആ പരിപാടി. അതായത് ഓരോ മാസത്തെ കറണ്ട് ബില്ലും അവർ റെഗുലേറ്റ് ചെയ്ത് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യും. അപ്പോൾ അവർക്ക് എനർജി ലോസ് വരുന്നിടത്തൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, കൺട്രോൾ ചെയ്യാൻ പറ്റും. ക്ലിയർ ആണ്? അപ്പോൾ ഇതൊക്കെ ഗ്ലോബ് വാൽവ് വരുന്നതാണ്. അത് RV വരുന്നതാണ്. അപ്പോൾ RV നമ്മൾ ഇവിടെ പഠിക്കുന്നില്ല, ഇവിടെ നമ്മൾ പഠിക്കുന്നത് IV GB മാത്രം. ഓക്കെ അല്ലേ? അപ്പോൾ ഇതാണ് ഫസ്റ്റത്തെ വാൽവ്, ഗേറ്റ് വാൽവ്. എന്തിനാണ് ഇത് കൊടുക്കുന്നത്? ഇവിടെ കൺട്രോൾ, എവിടെയെങ്കിലും ലീക്ക് വന്നാൽ ക്ലോസ് ചെയ്യണ്ടേ, അതിന് വേണ്ടിയിട്ടാണ്. ഇനി ഈ ഗേറ്റ് വാൽവിൻ്റെ ഒരു അഡ്വാൻസ്ഡ് ടൈപ്പ് ഉണ്ട്, അതിനാണ് LSV എന്ന് പറയാം. അത് നിങ്ങൾ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. ലോക്ക് ഷീൽഡ് വാൽവ്, ലോക്ക് ഷീൽഡ് വാൽവ്. കിട്ടിയോ? എന്താ സാധനം മനസ്സിലായോ? എന്താ? അതായത് പിള്ളേര് കുട്ടികൾ കളിക്കും, എന്തെങ്കിലും ഹോസ്റ്റലിൽ തുറക്കും, കറക്കി കളിക്കും അല്ലേ? അപ്പോൾ അത് വാച്ച്മാൻ എന്ത് ചെയ്യും, കൂട്ടിക്കും. വാച്ച്മാൻ ഇവിടെ ചാവിയിട്ട് കൂട്ടാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ആ വാൽവിൻ്റെ കീ മാത്രം പോക്കറ്റിട്ട് കൊണ്ടുപോകാം, ആവശ്യമുള്ള സമയത്ത് അങ്ങോട്ട് കൊണ്ട് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇത് LN കീ എന്ന് കിട്ടുന്നില്ലേ? ശരിക്കും LN കീ അല്ല, LN കീ ആണ്. LN കീ ആണ്, മനസ്സിലായോ? അപ്പോൾ LN കീ എന്നാണ് എല്ലാവരും പറയാം, റോങ് ആണ്. ഈ LN കീ വെച്ചിട്ട് ചെയ്യാൻ പറ്റും, പക്ഷേ LN കീ പലപ്പോഴും മിസ്സായി പോകും. അപ്പോൾ ഇവിടെ ഈ കീ നമുക്ക് അവിടെ ലോക്ക് ചെയ്യാനുള്ള അല്ലെങ്കിൽ എടുത്തു വെക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഈ സംഭവം നമുക്ക് 2 രീതിയിൽ ചെയ്യാം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് സാധാരണ ഒരു ഗേറ്റ് വാൽവ് കൊണ്ടുവയ്ക്കാം. ഇപ്പോൾ ഓഫീസുകളിൽ ഇവിടെ ഗേറ്റ് വാൽവ് കൊണ്ടുവയ്ക്കാം, ഇവിടെ കുട്ടികളാരും ഒന്നും കളിക്കില്ല. റെസിഡൻഷ്യൽ ബിൽഡിങ്ങിലോ പ്രശ്നമാണ്. അപ്പോൾ LSV ഉപയോഗിക്കുന്ന സ്ഥലം ഗേറ്റ് വാൽവ് റീപ്ലേസ് ചെയ്യുന്ന ഒരു സാധനമാണ്. അതിലേതെങ്കിലും ഒന്ന് ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ഒന്നെങ്കിൽ ഗേറ്റ് വാൽവോ അല്ലെങ്കിൽ LSV, അതിലേതെങ്കിലും ഒന്ന് ഇവിടെ ഉപയോഗിക്കണം. മനസ്സിലായി? എന്തെങ്കിലും ഡാമേജസ് ഉണ്ടായി കഴിഞ്ഞാൽ അത് ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനും. റെഡി അല്ലേ? ഇനി അടുത്തൊരു ഓപ്ഷൻ പറയുന്നത് അടുത്തെന്താ, പ്രഷർ റെഡ്യൂസിങ് വാൽവ്. പ്രഷർ റെഡ്യൂസിങ് വാൽവിൻ്റെ പ്രത്യേകത, നേരത്തെ നമ്മളൊരു 12 ബാറിൻ്റെ കേസ് പറഞ്ഞില്ലേ? അപ്പോൾ 12 ബാറിന് മേലെ പോവോ? 30 ഫ്ലോറുള്ള ബിൽഡിംഗ്, ഏറ്റവും താഴെയാണ് പമ്പ് ഇരിക്കുന്നത്. ഓ 30 ഫ്ലോറിലെ ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ 30 × 4 120 മീറ്റർ ഹൈറ്റ് ഉണ്ട്. 120 മീറ്റർ ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിവൈഡ് ബൈ 10 കൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 12 ബാറാണ് കിട്ടുക. അതായത് 10 മീറ്റർ ഹെഡാണ് ഒരു ബാർ. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ 120 മീറ്ററിന് എത്ര ബാർ വേണം? 12 ബാർ വേണം. ഇനി ഏറ്റവും മുകളിലെ ഹോസ് റീലിന്റെ മിനിമം പ്രഷർ നമ്മൾ നേരത്തെ പറഞ്ഞു 4.5 അല്ലേ? അപ്പോൾ 12 + 4.5, 12 മേലെ പോയോ? 16.5 ആയില്ലേ? അപ്പോൾ താഴത്തെ ഹോസ് റീലിൽ 16.5 പ്രഷർ അടിക്കും. അപ്പോൾ പറ്റുമോ? ഇല്ല. ഇപ്പോൾ നമ്മൾ പ്രൊജക്റ്റിൽ എന്ത് ചെയ്യുന്നറിയോ, ഓരോ ഫ്ലോർ ഇങ്ങനെ വരച്ചിട്ട് ഏതൊക്കെ ഫ്ലോറിൽ എത്ര പ്രഷർ വരുമെന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും.
അതായത് 10 മീറ്റർ കഴിയുമ്പോൾ ഒരു ബാർ കുറയില്ലേ? അപ്പൊ താഴെയുള്ള പമ്പിന്ന് ഒരു 10 മീറ്റർ കഴിഞ്ഞാൽ 15.5 ആയി. അങ്ങനെ മേലെ വരെ എത്തുമ്പോൾ ലാസ്റ്റ് 4.5 വരെ ബാക്കിയാവൂലേ? അപ്പൊ ഇതിന്റെ ഇടയിലുള്ള ഓരോ പ്രഷർ നമുക്ക് കിട്ടൂലേ? മനസ്സിലായോ? ആ പ്രഷർ കിട്ടുന്ന സമയത്ത് നമുക്ക് എവിടൊക്കെ 12ന്റെ മേലെ വരുന്നുണ്ടോ അവിടെ കാല് ഫിറ്റ് ചെയ്യണം. അപ്പൊ എന്റെ ക്വസ്റ്റ്യൻ, ബുർജ് ഖലീഫയിൽ BRV ഉണ്ടാവോ? എന്തായാലും ഉണ്ടാവും. മനസ്സിലായോ? അപ്പൊ അത് എക്കണോമിക്കലാക്കണമെങ്കിൽ 12ന്റെ താഴോട്ടുള്ള ഫ്ലോറിലൊക്കെ PRV നമുക്ക് ഒഴിവാക്കാം. അങ്ങനെ എക്കണോമിക്കലാക്കുന്ന കാൽക്കുലേഷൻ പറയുന്ന പേരാണ് വാല്യൂ എഞ്ചിനീയറിംഗ്. പ്രൊജക്ട് മാനേജ്മെന്റിലെ വളരെ ഇമ്പോർട്ടൻസ് ആണ്. എന്താ വാല്യൂ എഞ്ചിനീയറിംഗ്? ക്വാളിറ്റി വേണം, പക്ഷെ ആവശ്യമുള്ള സ്ഥലത്ത് ആവശ്യമുള്ള രീതിയിലുള്ള ക്വാളിറ്റി മതി. മനസ്സിലായോ? ഒഴിവാക്കേണ്ട സാധനം ഒഴിവാക്കാം, കൂട്ടേണ്ട സാധനം കൂട്ടാം. അപ്പം ഞാനിപ്പോൾ ഇങ്ങനത്തെ ഒരു ബോക്സ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ ബോക്സിൽ എല്ലായിടത്തും പ്രഷർ റെഡ്യൂസിങ് വാൽവ് ചെയ്ത് കഴിഞ്ഞാൽ ടെക്നീഷ്യൻ എന്ത് ചെയ്യും? എല്ലാ ബോക്സിലും കൊണ്ടുപോയി ഫിക്സ് ചെയ്യും. അപ്പോൾ നമുക്ക് പറയാം, ഒരു 8ാമത്തെ ഫ്ലോർ മുതൽ നീ PRV ഫിറ്റ് ചെയ്യണ്ട, കോസ്റ്റ് സേവ് ചെയ്യില്ല. അപ്പോൾ നമുക്ക് ആ വാൽവിനെ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. കാര്യം എന്താ? ഇതിൽ ഉപയോഗിക്കാൻ പോകുന്നത് UL വാൽവ് ആണെങ്കിൽ 3 ഇരട്ടി കോസ്റ്റേക്ക് ഓരോ വാൽവിന് ഉണ്ടാവും, സാധാരണ വാൽവിൻ്റെ. വ്യത്യാസം മനസ്സിലാവും. അപ്പോൾ ചില സ്ഥലത്ത് നമുക്ക് അവിടെ എക്കണോമിക്കലാക്കേണ്ടി വരും. അപ്പോൾ അവിടെ അനാവശ്യമായിട്ട് കാശ് ചിലവാക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ 3 വാൽവ് ഞാൻ പറഞ്ഞു, ഗേറ്റ് വാൽവ്, LSV, PRV. 3ന്റെ റിക്വയർമെന്റ് മനസ്സിലായില്ലേ? ഇതിൽ 2 ഓപ്ഷണലാണ്. ഏതാ? LSV, ഗേറ്റ് വാൽവ്. PRV പ്രഷർ കൂടിയാൽ അവിടെ വെക്കേണ്ടി വരും, പ്രഷർ ഇല്ലെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ഹോസ്റ്റലിൽ എത്ര പോയിന്റ് ഇപ്പോൾ പഠിച്ചു? ആദ്യം മുതൽ പറഞ്ഞേ. ഫസ്റ്റ് പറഞ്ഞത് മെറ്റീരിയൽ, ബോക്സിന്റെ മെറ്റീരിയൽ അല്ലേ? രണ്ടാമത് പറഞ്ഞു അതിന്റെ ഡയമെൻഷൻ അല്ലേ? മൂന്നാമത് പറഞ്ഞത് ലൊക്കേഷൻ, എത്ര മീറ്റർ ഡിസ്റ്റൻസിൽ എത്ര ഏരിയ കവർ ചെയ്യണം. നാലാമത്തത് ഈ റീലിന്റെ സൈസ് 25ഉം 30 മീറ്റർ. അഞ്ചാമത്തത് 3 ടൈപ്പ് വാൽവുകൾ ഇവിടെയൊക്കെ ഉപയോഗിക്കണം. അപ്പോൾ ഓസ്ട്രേലിയയിൽ സംസാരിക്കാൻ ഒരു 5 മിനിറ്റിന്റെ സാധനം കിട്ടിയോ അല്ലേ? ആറാമത്തെ ഒരു സാധനം കൂടി പറഞ്ഞു, മിനിമം പ്രഷർ, മാക്സിമം പ്രഷർ. ക്ലിയർ അല്ലേ? അപ്പോൾ ആ പോയിന്റുകളെല്ലാം അവിടെ നോട്ട് ബുക്കിൽ എഴുതിയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കി. ഇത് ഇന്റർവ്യൂ ക്വസ്റ്റ്യൻ ആണ്, എവിടുന്നും ചോദിക്കാം. ചിലപ്പോൾ ഫുൾ സ്കെച്ച് ചെയ്തിട്ട് ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയാം. അപ്പോൾ ഇത്രയും ഇൻഫർമേഷൻ നിങ്ങൾക്ക് പറയാൻ പറ്റണമെങ്കിൽ യു ആർ എക്സ്പെർട്ട്. മനസ്സിലായോ? ഇതൊക്കെ എവിടെ നിന്ന് കിട്ടി വെച്ചാൽ ആരാ പറയാ? ആ അതെ ശരി. 2018 2011 UAE അങ്ങനെ പറയാ. സൗദിയിലാണെങ്കിൽ ആ ഫയർ കോഡ് നോക്കാൻ കേട്ടോ, നോക്കിയിട്ടില്ല നമുക്ക് നോക്കാം. അപ്പോൾ ഈ പറയുന്ന പോയിന്റൊക്കെ അതിലുണ്ടോ എന്ന് ചെക്ക് ചെയ്താൽ മതി. ഓക്കെ അല്ലേ? റെഡി അല്ലേ? നിന്റെ പേര് അവിടെ കൂടി പോയി പറയാൻ പറ്റും. ഇനി താഴോട്ടുള്ള ഭാഗങ്ങൾ പറയണം. താഴോട്ട് വളരെ സിമ്പിൾ ആണ്, നമ്മളിപ്പോൾ പഠിച്ച ഏകദേശം അതുപോലെ തന്നെ പഠിക്കാൻ പറ്റും. വായിക്കട്ടെ. 6 പോയിന്റാ പറഞ്ഞേ. ഏതെങ്കിലും മിസ്സാക്കേണ്ടി ഒന്നുകൂടി പറയണോ? ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് ബോക്സിന്റെ സൈസ് അല്ലേ? സെക്കൻഡ് നമ്മൾ പറയുന്നത് ലൊക്കേഷൻസ്, അത് ഒന്നല്ലേ? ലൊക്കേഷൻ 6 മീറ്ററും പിന്നെ ആക്സസ് ടു ഡോറും. തേർഡ് നമ്മൾ പറഞ്ഞത് ഹോസ് റീലിന്റെ സൈസും ലെങ്ത്തും. ഫോർത്ത് നമ്മൾ പറഞ്ഞത് വാൽവിന്റെ 3 ടൈപ്പ് വാൽവുകൾ അല്ലേ? ഫിഫ്ത്ത് നമ്മൾ പറഞ്ഞത് മിനിമം പ്രഷറും മാക്സിമം പ്രഷറും. ഞാൻ ഒന്നുകൂടിയില്ലേ? ഫിനിഷ്, ഹോസ് റീലിന്റെ ഫിനിഷ് എന്തൊക്കെയാണ്? റെഡ് പൗഡേർഡ്, സ്റ്റെയിൻലെസ് സ്റ്റീൽ, ബ്രഷ് ഫിനിഷ്, മിറർ ഫിനിഷ്. റെഡി അല്ലേ? അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആർക്കിടെക്ചർ ഡിസൈൻ. 6 പോയിന്റ് ക്ലിയർ അല്ലേ?